ഹലോ ഗൈസ്, നമ്മളിപ്പം പോകുന്നത് പൈതൽ മലയിലേക്കാണ്. ആടെ നമ്മളെ മധുവായിട്ടൊരു ഒരു ഹോം സ്റ്റേ ഉണ്ട്. അടുത്തേക്കാണ് ഇപ്പം പോകുന്നത്. ഈ മധു അല്ല, OG മധു. 5:30 എന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് എത്തിയിട്ട് ഗോകുലേട്ടൻ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. 2:30 പോകുന്നതിനും പ്ലാൻ. പിന്നെ 3:30 4:30 ലാസ്റ്റ് 5:30 ശേഷം നമ്മളിവിടെ ഇറങ്ങി. പിന്നെ ആടിയിടി നിന്ന് കറങ്ങി തിരിഞ്ഞ് അങ്ങെത്തുമ്പോഴത്തേക്ക് 8 മണി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റു കാഴ്ചകളൊന്നും ഇപ്പം കാണാൻ കഴിഞ്ഞില്ല. പുറത്തന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും കൊണ്ട് ഊഞ്ഞാലിടാൻ നല്ല സുഖം. നമ്മൾ എത്തുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആക്കിയ ഫുഡിന്റെ ടേസ്റ്റ് നോക്കലായി. സുഖമായിട്ടാണെങ്കിൽ ഒരു കാലെടുത്ത് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. അങ്ങനെ കുക്കിംഗ് പരിപാടി സുഖവും കിരിയും കൂടി ഏറ്റെടുത്തേ. പിന്നെ കുറച്ച് സമയം ചാർക്കോലും ചിരട്ടയും കൂടി കത്തിച്ചെടുക്കാനുള്ള പണിയിലേനും. ഓരോ ആളായി മാറി മാറി വന്ന് എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. തീയം കാണിക്കത്തിയപ്പോ മധുവട്ടം വേണ്ടി വന്നു. അവസാനം കത്തി. അങ്ങനെ ഫുഡ് മേടിച്ച് നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ പ്രഭാതം പൊട്ടിവിടുന്നു. രാവിലെ എണീക്കുമ്പോൾ കണ്ടത് ഇടം വരെ വന്നിട്ട് പൈതൽ മല കയറിയില്ലേ മോശമല്ലേ എന്നിട്ട് നമ്മളേറെ മല കയറാൻ പോയി. ലീവുള്ള ദിവസമായതുകൊണ്ട് അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ട്. ടിക്കറ്റും എടുത്തങ്ങ് നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോൾ അതിരിഞ്ഞത് ഈ ചെരിപ്പൂട്ട് മല കയറാൻ നിന്നത് വേഴ്സ് ഡിസ്റ്റനായി പോയി. ഈ അട്ട എന്ന് പറയുന്ന ജന്തുവിനെ കുറേ തപ്പിയെങ്കിൽ ഇത്തവണ ഒന്നിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണുമ്പോൾ ഒരു ആശ്വാസം വരുക. ഓരോ സ്ഥലത്ത് റെസ്റ്റ് എടുക്കുമ്പോൾ ഗോകുലണ്ണൻ നടന്നെല്ലാം ഫോട്ടോ എടുക്കണം. പിന്നെ വെച്ചങ്ങ് നടക്കുക. ഒരു കുപ്പി വെള്ളം പോലും എടുക്കാണ്ട് നമ്മൾ കയറാൻ തുടങ്ങിയത്. കുറച്ചിങ്ങ് നടന്നപ്പോൾ ദാഹിച്ചൊരു വകയായിനി. മുകളിലെത്തിയപ്പോൾ നല്ല സുഖമായിരുന്നു. നല്ല തണുത്ത കാറ്റും ചെറിയ മഴയെല്ലാം ഉണ്ടായിരുന്നു. കോട അത്രക്കില്ല, ചെറുങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അണ്ണൻ ഫോട്ടോ എടുപ്പ് തുടങ്ങി. ഈടെത്തിയപ്പം കുറേ ഡൂപ്പിൽ ഷാറൂഖ് ഖാൻ ഇറങ്ങിയിട്ടുണ്ട്. ഷാറൂഖ് ഖാൻമാരുടെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മളൊരു വാച്ച് ടവറിലേക്ക് പോയി. വാച്ച് ടവർ എത്തുമ്പോഴത്തേക്ക് മഴ. പിന്നെ ആടിരുന്ന് ഡിസ്കഷനായി അപ്പുറത്തേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ളത്. ലാസ്റ്റ് അപ്പുറം പോകാൻ തീരുമാനിച്ചിറങ്ങി. വാച്ച് ടവർ എത്തുമ്പോൾ തന്നെ സുഖം മതി എന്നുള്ളൊരു ലെവലിൽ എത്തിനേനു. വിളിച്ചു പോരും അന്തസ് വേണോടാ മനുഷ്യനായി കഴിഞ്ഞാൽ. ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. ഈടം വരെ ഉള്ളതിനേക്കാളും വലിയ പണിയാണ് ഈ കേരളം ഇറങ്ങലും. ഈടെത്തുമ്പോഴത്തേക്ക് മഴയും ഇല്ല, വെയിൽ മാത്രം. കുറച്ച് ടൈം വ്യൂ എല്ലാം ആസ്വദിച്ച് നമ്മൾ നടന്നിറങ്ങി. മലയും ഇറങ്ങി. പിന്നെ മധുവിന്റെ ഹോം സ്റ്റേക്ക് ടാറ്റയും കൊടുത്ത് നമ്മൾ ഇറങ്ങി. ഓക്കെ ബൈ.